ഒരിക്കലും ഈ തീവ്രവാദത്തെ ഒരു യുദ്ധം കൊണ്ട് തോൽപ്പിക്കാമെന്നുള്ളതൊരു വ്യാമോഹം മാത്രമാണ്. എന്താ കാരണം? ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഇപ്പോൾ പാകിസ്ഥാനെ അടിച്ച് നിരപ്പാക്കിയാൽ ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ച പോലെ വരും. എന്താ കാരണം? അണുവായുധങ്ങൾ തീവ്രവാദ സംഘങ്ങളുടെ കയ്യിലേക്ക് വരും. അതാണ് അവിടുത്തെ തീവ്രവാദി സംഘങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത് മാത്രമാണൊരു വഴി എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണ് ഇപ്പം അതിനു മുമ്പ് നമ്മൾ പുൽവാമയ്ക്ക് ശേഷം ബാലക്കോട്ട് ചെയ്തില്ലേ, തീവ്രവാദം അവസാനിച്ചു. പിന്നെ അദ്ദേഹം റാബിയ സെയ്ദിനെ വിട്ടയച്ചതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് സെലക്റ്റീവ് അംനീഷ്യ ഉണ്ട്. അവിടുത്തെ ഗവൺമെന്റിന്റെ സ്റ്റെബിലിറ്റിയാ. ഡോൺ ബ്രിട്ടാസ് പ്ലീസ്. പറയട്ടെ നിങ്ങൾക്ക് സെലക്റ്റീവ് അംനീഷ്യ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ റാബിയ സെയ്ദിനെ വിട്ടയച്ചതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞപ്പോൾ 999 ഇന്ത്യ എയർലൈൻസിൻ്റെ വിമാനം ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി കൊടും ഭീകരനായിട്ടുള്ള മൗലാന മസൂദ് അസറിനെ അന്നത്തെ ഗവൺമെൻറ് 999 സർക്കാർ ആരുടെ സർക്കാരാണെന്നുള്ളത് മോഹനപിള്ള ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഈ മൗലാന മസൂദ് അസർ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ടോ ഇന്ത്യയിൽ? അതായത് അതിർത്തിയിൽ നിന്നുള്ള ഏത് ഭീകരപ്രവർത്തനത്തിൻ്റെയും പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് മൗലാന മസൂദ് അസറാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധുക്കൾ 10 പേര് കൊല്ലപ്പെട്ടുവെന്നും 4 സഹായികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് മൗലാന മസൂദ് അസറിനെയാണ്. അതായത് നിങ്ങൾ അന്നത്തെ കേന്ദ്രമന്ത്രിയുടെ മകളെ വിട്ടയച്ചതിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചപ്പോൾ ഏറ്റവും കൊടും ഭീകരന്മാരായിട്ടുള്ള 4 പേരെ 999 വിട്ടയച്ച സംഭവത്തെ എന്തുകൊണ്ടാണ് നിങ്ങൾ വിസ്മരിച്ച് കളഞ്ഞത് മോഹനപിള്ള? അത് നിങ്ങൾ മറന്നുപോയത്? ആ കൊടും ഭീകരനിലെ അവിടെ പോയിട്ട് ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് വിട്ടയച്ച ഒരു തീവ്രവാദിയല്ലേ പിന്നീട് വാൾ സ്ട്രീറ്റ് ജേർണലിൻ്റെ പ്രധാനപ്പെട്ട ലേഖകനായിട്ടുള്ള ഡാനിയൽ പേളിനെ അറുത്തുകൊന്നത്? ഇതൊന്നും നിങ്ങൾക്കറിയില്ലേ? പിന്നെ ഈ ഒരു സമയത്ത് പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ ഈ പഹൽഗാം സംഭവം ഉണ്ടായി. ഈ കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിൽ ഈ പഹൽഗാമിലെ ഇൻ്റലിജൻസ് ഫെയിലറെ കുറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ഉന്നയിച്ചില്ല. ഞങ്ങൾ ആരും ഉന്നയിച്ചില്ല. ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പ്രതിപക്ഷം ഈ സമയത്ത് ഒരുമിച്ച് നിൽക്കേണ്ട കാര്യമാണെന്നുള്ളത്. അതേസമയം മോഹനപിള്ള മനസ്സിലാക്കേണ്ടത് 2008 മുംബൈയിൽ 26/11 എന്ന് പറയുന്ന ഭീകരപ്രവർത്തനം നടന്നപ്പോൾ, ആക്രമണം നടന്നപ്പോൾ അന്ന് 3 പ്രധാനപ്പെട്ട ആൾക്കാർ രാജിവെച്ചു. ആരൊക്കെയാണെന്ന് അറിയോ താങ്കൾക്ക്? അതുകൊണ്ട് മറവി ഉണ്ടാകരുത്. അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ, അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖ്, അന്നത്തെ ഉപമുഖ്യമന്ത്രി CR പാട്ടീൽ, 3 പേര് രാജിവെച്ചു. അപ്പം ഉത്തരവാദിത്വം എന്നുള്ള സാധനമുണ്ട് സിവിൽ ഭരണകൂടത്തിന്, അതുകൊണ്ട് മറക്കരുത്. പക്ഷേ ഈ ഒരു സമയത്ത് ഉദാത്തമായിട്ടുള്ള ഐക്യം ഈ രാജ്യത്ത് സാധ്യമാകണമെന്നുള്ള ചിന്തയിലാണ് പ്രതിപക്ഷ കക്ഷികൾ സമ്പൂർണമായിട്ടുള്ള പിന്തുണ സർക്കാരിനും സൈനിക ദളങ്ങൾക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറച്ചു മുമ്പ് വിൻസെൻറ്റും അതുപോലെ തന്നെ ഹാഷ്മിയൊക്കെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ദൃശ്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതായത് സോഫിയ ഖുറേഷിയെക്കുറിച്ചും വ്യോമിക് സിംഗിനെ കുറിച്ചും. അത് ഹാഷ്മിക്ക് അറിയുമെന്ന് അറിയില്ല, എനിക്കറിയാവുന്നതുകൊണ്ട് പറയാം. ഈ 2 സ്ത്രീകൾ, ഈ 2 പോരാളികളായ സ്ത്രീകൾ, അവർക്ക് പെർമനന്റ് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ട്രിബ്യൂണലിലും സുപ്രീം കോടതിയിലും പോയി പോരാടി. അന്ന് കേന്ദ്ര സർക്കാർ അവർക്ക് പെർമനന്റ് കമ്മീഷൻ കിട്ടുന്നതിന് എതിരെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇതൊന്നും ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷേ മോഹനപിള്ള വളരെ വൈകാരികതയോടുകൂടി ഒരു സ്ത്രീയുടെ കരച്ചിലിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇതേ മോഹനപിള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പെഹൽഗാമിൽ ഈ ആക്രമണം നടന്നപ്പോൾ കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് പാകിസ്ഥാനെതിരെ രംഗത്ത് വന്നു. അതായത് ഇത് ഞങ്ങളുടെ ഐക്യത്തെ തകർക്കാൻ വേണ്ടിയുള്ളതാണ്. പാകിസ്ഥാൻ മതഭ്രാന്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യമാണെങ്കിൽ അതേ മതഭ്രാന്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരാനുള്ള ഒരു ഗൂഢശ്രമമാണെന്ന് ആ ജനങ്ങൾ ഉദ്ഘോഷിച്ചു. അന്ന് കാശ്മീർ താഴ്വരയിലെ ശ്രീനഗറിലെ വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുത്ത വിശ്വാസികൾ അവരുടെ കയ്യിൽ അവർ കറുത്ത റിബൺ കെട്ടിയാണ് വന്നത്. മനസ്സിലാക്കണം, ആ ഒരു ഐക്യമുണ്ട്. അതായത് ഇന്ന് നമ്മൾ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ജ്വാലയാണ് ഉയർത്തുന്നത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലിൻ്റെ വിരൽ നമ്മൾ ചൂണ്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പാകിസ്ഥാൻ മതഭ്രാന്തിലൂടെ അഗാധ ഗർത്തത്തിലേക്ക് പതിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെയും അതുപോലുള്ള ഒരു അഗാധ ഗർത്തത്തിലേക്ക് നയിക്കാനുള്ള ഗൂഢാലോചന അരങ്ങേറുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള വിഭജനത്തിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ടായിരിക്കരുത്
നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത്. ഇപ്പം ബാലറാം നെടുങ്ങാടിയുടെ വിവരണം നമ്മൾ കേട്ടു. ഉറിയിൽ നിന്ന് നമ്മുടെ നിഷ്കളങ്കരായ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങോട്ട് പോകണം, എവിടേക്ക് പോകണം, അല്ല ബൽട്ടാസ്, നമ്മൾ മതം പറയുന്നതല്ല, നമ്മൾ മതം പറയുന്നതല്ല, പറയുന്നത് ശരിയല്ല. ഇനിയിപ്പോ ഈ ഭീകരവാദികൾ പറയുന്നത് ഏതോ മതത്തിന് വേണ്ടി ചെയ്തു എന്നുള്ള പറയുന്നേ. ഉറിയിൽ ഇവർ കൊന്നൊടുക്കുന്ന ആരെയാണെന്നേ, പൂഞ്ചിൽ ഇവർ കൊന്നൊടുക്കുന്ന ആരെയാണെന്നേ. അപ്പൊ ഏതെങ്കിലും മതത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അവർ അത് ചെയ്യും. അപ്പൊ അവരുടെ 17 പേർ കൊല്ലപ്പെട്ടു. അതെ, അപ്പൊ അവരുടെ ഉദ്ദേശം മതമൊന്നുമല്ല സർ. അവരുടെ ഉദ്ദേശം അവർ കാണുന്ന തെറ്റെന്താണ്? ഇന്ത്യക്കാരാണ് തെറ്റ് മാത്രമേ അവർ കാണുന്നുള്ളൂ. ബാക്കി ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന വർഗീയ വിഭജന രാഷ്ട്രീയമാണ്. ഹാഷ്മി, ഞാനിപ്പോൾ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ മോഹനം പിള്ളയുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കേന്ദ്ര സർക്കാരിനെയും ഇന്ത്യയുടെ സൈന്യത്തെയും നമ്മൾ വിശ്വസിക്കണം. അതായത് നമ്മുടെ ഡിഫൻസ് ഫോഴ്സസ് വളരെ ഉദാത്തമായിട്ട്, ഇന്നലെ നമ്മുടെ രാജ്യരക്ഷാ മന്ത്രി പറഞ്ഞെന്താണ്, ഞങ്ങൾ ഒരിക്കലും എസ്കലേഷന് വേണ്ടി നിലകൊള്ളുന്നില്ല, അവസരം കിട്ടിയ ഡീഎസ്കലേറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ത്യ എന്ന് പറയുന്ന 4ാമത്തെ വലിയ ഇക്കോണമിയാണ്. ആ ഒരു ഇക്കോണമിക്ക് മുമ്പോട്ട് പോകണം. ഇപ്പം നിങ്ങൾ 70കളിലും 80കളിലെയും കണക്ക് പരിശോധിച്ച് നോക്ക്. പാകിസ്ഥാന്റെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരന് തുല്യമായിരുന്നു. അവർ ഈ മതഭ്രാന്തും അതുപോലെ തീവ്രവാദവും ഇങ്ങനെ ഞൊണഞ്ഞ് ഇന്ന് ആ ജനങ്ങൾ ദരിദ്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ശരാശരി മലയാളിയുടെ പാതി മാത്രമാണ് അവരുടെ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോകാൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട രാജ്യമായിരിക്കണം. നമ്മൾ എത്രയോ കാലമായിട്ട് ഈ ഭീകരതയെ നമ്മൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കിട്ടിയ ചാൻസ് ആണ്, അടിക്കണമെന്നൊക്കെ പറഞ്ഞ് യുദ്ധത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കാൻ പാടില്ല. ഒരു കാര്യം കൂടി എനിക്ക് ഇവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹമാണ്. അതായത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി, രാജ്യരക്ഷാ മന്ത്രി ഖ്വാജ ആസിഫ് സ്കൈ ടെലിവിഷന് കൊടുത്ത ഒരു അഭിമുഖമുണ്ട്. അത് ശ്രദ്ധിക്കണം. എന്താ കാരണം എന്ന് വെച്ചാൽ ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് പക്ഷ ഗവൺമെന്റിനെ തുരത്താൻ വേണ്ടിയിട്ട് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ഞങ്ങളെ നിർബന്ധിച്ച് ഞങ്ങളുടെ മണ്ണ് തീവ്രവാദി സംഘങ്ങളുടെ ഈറ്റില്ലമാക്കി മാറ്റി. അങ്ങനെ തീവ്രവാദി സംഘടനകൾ അങ്ങനെ പെരുകി ഞങ്ങളുടെ മണ്ണിൽ 3 പതിറ്റാണ്ട് കാലം ഞങ്ങളെ കൊണ്ട് ഈ ഡേർട്ടി ജോബ്, ഈ വൃത്തികെട്ട ജോലി ചെയ്യിപ്പിച്ചത് ഈ പാശ്ചാത്യ ശക്തികളാണ്. ഇന്ന് ആ പാശ്ചാത്യ ശക്തികൾ ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങളെ ഈ ദയനീയ അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങളാണ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, ഖ്വാജ ആസിഫ്. ഏതെങ്കിലും ഒരു പാശ്ചാത്യ നേതാവ് അതിനെ പ്രതിരോധിക്കാനോ അത് ശരിയല്ലെന്ന് പറയാനോ തയ്യാറായോ? അതുകൊണ്ട് നമ്മളെ വിശ്വസിക്കണം, നമ്മുടെ ജനതയെ വിശ്വസിക്കണം. അതുകൊണ്ടാണ് സർവകക്ഷി യോഗത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞത്, ഇതിന്റെ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കേരളത്തിലുള്ളവരോ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവരോ അല്ല, ഈ അതിർത്തിയിലുള്ള ആൾക്കാരാണ്. പാകിസ്ഥാനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ. അത് വിൻസെന്റ് പറഞ്ഞതുപോലെ ഒരു മതനിരപേക്ഷ ഭരണഘടന അംഗീകരിച്ച് കോടാനുകോടി മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് നിലകൊണ്ടത് നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ്, ഭരണഘടനയോടുള്ള വിശ്വാസം കൊണ്ടാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ പോകണം. സർവകക്ഷി യോഗത്തിൽ വന്ന നിർദ്ദേശം, അതായത് കഴിയാവുന്ന രീതിയിൽ ഏത് സമയത്താണോ ഉചിതമാകുന്നത് ആ സമയത്ത് ഗവൺമെന്റ് ഒരു സർവകക്ഷി സംഘത്തെ നയിച്ചുകൊണ്ട് കാശ്മീർ താഴ്വരയിലേക്ക് പോയി ആ ജനങ്ങളെ ചേർത്ത് നിർത്തണം. ജനങ്ങളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മാത്രമേ തീവ്രവാദത്തെ നേരിടാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അതായത് അടിക്ക് തിരിച്ചടി കൊടുക്കണം. അതായത് ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കാൻ എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്ന് കേന്ദ്ര സർക്കാരും സൈനിക ദളങ്ങളും തീരുമാനിക്കണം. ആ തീരുമാനത്തിനോടൊപ്പം ഈ രാജ്യമുണ്ട്. മറിച്ച് ഇന്നതാണ് വഴി, യുദ്ധജനം ഉണ്ടാക്കണം, അതായത് യുദ്ധവെറി ഉണ്ടാക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നുള്ള രീതിയിലുള്ള സൂചനകൾ നൽകുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു വിപത്ത് സൃഷ്ടിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ യുദ്ധമെന്ന് പറയുന്നത് എന്താണ്, അതൊരു പരിഹാരമല്ല എന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളെങ്കിലും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഈ യുദ്ധവരി ഉണ്ടാക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്.